അട്ടത്തോട് അങ്ങനെ പറഞ്ഞോടുക്കണ്ട. ഇത് തലയാണ കൊണ്ട് എന്തുണ്ടാക്കി എന്തിനു മുടച്ചു ഈ തലേനുള്ള ഓലായിന്റെ മറ്റെന്താണ് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. ഇതിപ്പോ എവിടെ ഫെയർ ലെവൽ ആക്കാനാണ് നിങ്ങളത് പറഞ്ഞു തരണം കേട്ടാ കാണുന്നവര്. അപ്പൊ നീ നാട്ടിൽ പോ, അടുത്ത മാസം നാട്ടിൽ പോല മോനെ മസില വന്നിട്ടാ അതെന്താ കട്ട വന്ന്. ഹലോ ഗേയ്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ കാര്യമായിട്ട് വീഡിയോ നടത്തിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ന് സമയം രാത്രി 8 മണിയായി. പകല് വീഡിയോ നടക്കാൻ നിന്നിട്ടില്ല, പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല ഒന്നാമത്, അത് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് നോക്കിയത് പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ പ്ലീസ്. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടുത്തെ പുറത്തുനിന്ന് കാഴ്ചകളും കാണിച്ചു തരാം. പിന്നെ അതേപോലെ നമ്മളെ കഫീലെ തറവാടൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കഫീലിൻ്റെ തറവാട്. കഫീലിൻ്റെ തറവാട് ഇച്ചിരി ഭാര്യ വീടാണ്. പിന്നെ വേറെ തറവാടൊന്നുമില്ല. കാരണം കഫീലിൻ്റെ തറവാട് ഓൾറെഡി പിന്നെ പൊളിച്ച് പോയിക്കണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതന്നെ ഉള്ളു തറവാടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അവർ ഒന്നിച്ച് കൂടലൊക്കെ. പിന്നെ മൂപ്പര് പോക്കൊക്കെ ഉണ്ട്, ഇടയ്ക്ക് അവരെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ പോക്കുണ്ട്, വേറെ എവിടെയും പോക്കൊന്നുമില്ല. ഇങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ അത് ഇത് ഒരുപാട് പഴക്കമുണ്ട് വീട്. കാരണം അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടാക്കുന്ന വീഡിയോ എൻ്റെ വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ മുന്നത്തെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു വയസ്സായൊരു ബാബുണ്ട്. അപ്പോൾ ആ ബാബാക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗിഫ്റ്റ് കൊടുത്തെന്ന് ഇന്ന് സെൽഫിയൊക്കെ എടുത്ത് ഒന്ന് കൺഗ്രാലേഷനൊക്കെ പറഞ്ഞയച്ചതാണ്. പിന്നെ ഇത് ഇവിടുത്തെ സലൂണാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ലേഡീസ് സലൂണാണ്. ഇതൊക്കെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, പണിക്കാരൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ സലൂണാണ്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ബാങ്ക് ഉണ്ട്, കോഫി ഷോപ്പുണ്ട്. ഇപ്പുറത്ത് കാണുന്നതൊക്കെ പിന്നെ ഇവിടുത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ചായക്കട ഉണ്ട്. പിന്നെ ഒരു മീനിൻ്റെ കട, പിന്നെ അതേപോലെ ലോണ്ടറി ഉണ്ട്. പിന്നെ ഒരു ബാർബർ ഷാപ്പും ഉണ്ട്. അതൊക്കെയാണ് അവിടെ ഉള്ളത് കാര്യമായിട്ട്. പിന്നെ അത്യാവശ്യം സാധനം വാങ്ങാനൊന്നും പിന്നെ വല്ല ലോങ്ങൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഇവർക്ക്. പിന്നെ അടുത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ മ്യൂസിയം ആണോ ഓഡിറ്റോറിയം ആണെന്നോ രണ്ടും കൂടെ തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കേട്ട് ചില ടൈമിൽ ഇവിടെ ഹാളിലൊക്കെ പരിപാടി നടത്തലുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാറുള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ എപ്പോഴും ക്ലോസ് ആവും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പേര്, ദാറുൽ ഇസ്ലാമിയ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഓപ്പൺ ആക്കുന്നില്ല, രാത്രിയാണ് ഇവിടെ പരിപാടി കാര്യമായിട്ട് ഉണ്ടാവല്. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് നല്ല ചൂടല്ലായിരുന്നു ഇതുവരെയായിട്ട്. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ട് ഒക്കെ റെഡി ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാ ഇലയും കൊഴിഞ്ഞ് പോയിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. ഇതിന് ഒന്നാമത് വെള്ളം കിട്ടൽ കുറവാണ്. ഇനിയിപ്പോൾ ഒരു അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഉഷാറാവും, നല്ല പച്ചപ്പൊക്കെ വരും. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരെ ഹോട്ടലിൽ അങ്ങോട്ടൊന്ന് പോയി വെക്കുകയാണ്, ചായക്കടൻ്റെ അവിടെ. ഇത് ഫൈസൽക്കാണ്, നമ്മളെ ഫ്രണ്ടാണ്. ഇല്ലല്ല കഴിച്ചിട്ടില്ല, കഴിക്കണം. മൂപ്പര് വക നമുക്ക് എന്താ സാധനമൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പോയി നോക്കട്ടെ എന്താ കിട്ടണമെന്ന് നോക്കട്ടെ. ദാശാന്റെ വണ്ടിയാട്ടത്. ചപ്പാത്തിൽ എന്തെങ്കിലും ചുറ്റിക്കോന്ന്, ചപ്പാത്തിൽ എന്തെങ്കിലും ചുറ്റിക്കോ. ടൈം ഒരുപാടായതുകൊണ്ട് ഇവിടെ കാലിയാവൽ തുടങ്ങിയിരിക്കുന്നത്. നല്ല ബോണ്ടുണ്ട്. പിന്നെ അതേമാതിരി മുളക് ബജി ഉണ്ട്, അതേപോലെ സമൂസ, ഉള്ളിവട, പിന്നെ അതേമാതിരി എന്താണ് നമ്മളെ ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കന് ചില്ലി ഉണ്ട്. നമ്മുടെ നാട്ടിൽ താനൂരത്തെ മുതലാളിയാണ്, താനൂരുള്ള ആളാണ്. താനൂർ വെച്ചാൽ നമ്മളെ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ്. ഞാൻ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. അട്ടത്തോട് അങ്ങനെ പറഞ്ഞു. താനൂർ റെയിൽവേ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അറിയും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് അട്ടത്തോടുള്ളത്, എല്ലാ ലോങ്ങൊന്നുമല്ല. പിന്നെ മൂപ്പര് പേര് അബൂബക്കർക്കാന്നാണ്. പിന്നെ ഞങ്ങൾ ബക്കർക്കെന്ന് എളുപ്പത്തിന് വിളിക്കുന്നതാണ്. പിന്നെ അതേപോലെ മറ്റേത് ഫൈസൽക്കാണ്. അപ്പോൾ ഫൈസൽക്കാൻ്റെ വീട് വടകരയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ ബാക്കിയുള്ള ഇവിടെ ഉള്ള ഇതിൽ
വർക്ക് ചെയ്യണവരൊക്കെ പിന്നെ അതേപോലെ മലയാളീസ് തന്നെ കേട്ടോ. ഇവിടുന്ന് പിന്നെ ചായയും കുടിച്ചുകൊണ്ട് നേരെ പുറത്തിറങ്ങി. അങ്ങനെ നേരെ ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ കൊണ്ട് പോകുന്നതാണ്. ട്രാൻസ്ഫോമർ നമുക്ക് കാണുന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിലാണ്. ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ടേജുള്ള ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കെട്ടിയത് തന്നെയാണ്. അപ്പോൾ ഇതിന് ഡോറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന് AC ഒക്കെ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് AC വെച്ചിട്ടുണ്ട്. നല്ല ഹീറ്റാവണല്ലോ, പിന്നെ ചൂട് കാലത്ത് നല്ല അത്യാവശ്യം ഹീറ്റാവും. പിന്നെ ഇതിന്മേലെ കണ്ടില്ല നല്ല ചിത്രം വരച്ച് വെച്ചിരിക്കണ. ഇതിൻ്റെ ചുറ്റുഭാഗത്തും ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈത്തപ്പഴത്തിൻ്റെ മരം തോന്നുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് നമ്മൾ തെങ്ങ് അതിൽ പോയിൻ്റ് ഒക്കെ തെങ്ങ് പോലെ തോന്നിക്കും ചില കണ്ടാൽ. പിന്നെ ഈ സൈഡിലും കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഡോറാണ്. ഇതിനുള്ളിൽ കടക്കാൻ ഡോറാണ്. നമുക്കിപ്പോൾ ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നല്ല ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ബോട്ട്, അത് ഇവിടെ അറബിച്ചക്കന്മാരൊക്കെ കൊടുന്ന് വെക്കാനാണ്. കാരണം അവർ എവിടെയെങ്കിലൊക്കെ കടലിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പള്ളി കാണുന്നത്. ഇവിടെ നിസ്കാരപ്പള്ളിയാണ്. അപ്പോൾ ഇതിലും ജുമാ ഒക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാവല്. അപ്പോൾ പള്ളി കടക്കുന്നോടത്ത് തന്നെ കണ്ടില്ല, 2 സൈഡിലും ഒരു കുപ്പി പോലെ നിൽക്കണതും പിന്നെ ഒരു ചെറിയൊരു ബിൽഡിങ്ങിനെ പോലെ നിൽക്കണതും. നമ്മൾ വെള്ളം കുടിക്കണത് ഇന്നാണ് കേട്ടോ, ഫിൽറ്ററിൻ്റെ വെള്ളം കുടിക്കണത്. അപ്പോൾ ചൂട് കാലത്തൊക്കെ അത്യാവശ്യം നല്ല കൂളിങ്ങുള്ള വെള്ളം തന്നെ ഇതിൽ നിന്ന് കിട്ടും, തണുപ്പുള്ള കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ മോഡലാണ്. ഒന്ന് കുപ്പിൻ്റെ മോഡലാണെങ്കിൽ ഒന്ന് ചെറിയ ബിൽഡിങ്ങിൻ്റെ മോഡൽ. പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് പല ടൈപ്പുള്ളതൊക്കെ ഉണ്ട്. ഞാനൊന്നും ഇതിലെടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫ്രണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർ കൂട്ടിക്കൊണ്ടുവരാൻ പോകണം. ഇവിടെ വെളിച്ചം കുറവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അവർ ലീവിന് പോയിട്ട് പുറത്തിറങ്ങി വരികയാണ്. അപ്പം ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ചെക്കന്മാരെ നടന്നിങ്ങനെ വരണേ, 3 ആൾക്കാർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് സർപ്രൈസ് അങ്ങനെ വരികയാണ്. അവർ ഇവിടെ നിന്ന് കാണാം, 3 ആൾക്കാർ വരുന്നുണ്ട്. ഹായ് ബോസ്, ഹൗ ആർ യു? എന്ത് വിശേഷം? ഇതാ ഇത് ബിരിയാണിക്കുള്ള പുതിയ അവതാറുണ്ട്. തൃശ്ശൂർക്കാരനാട്ടോ, ആള് മഞ്ചറാണ്. എനിക്ക് നമ്മളൊരു സാധനം കൊടുക്കണ്ട്, തടയൊക്കെ ഒന്ന് സെറ്റ് ആക്കാന്. ഇതെന്താടാ തലയണൊക്കെ വെച്ചാണ് പറയടോ. ഇവർക്ക് ഇന്നെ കണ്ടപ്പെട്ടോ എൻ്റെ ക്യാമറ കണ്ടിട്ടാണ് ഇങ്ങനെ നാണവും. കാരണം ക്യാമറ മുന്നിൽ വരാൻ ഭയങ്കര നാണാണ്. ഒരാൾ കവർ കൊണ്ടൊക്കെ മുഖം മറച്ച് നിൽക്കണ്. അല്ല പെണ്ണുങ്ങളായിട്ട് പെണ്ണ് കാണാൻ വന്ന് പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരാൾ ഇതേപോലെ തലയാണായിട്ട് മറിച്ച് നിൽക്കുകയാണ്. ഓനോ എന്താ നമ്മളിപ്പോൾ പെണ്ണാണോ വന്നൊന്നുമല്ലോ, എൻ്റെ വിചാരം എന്താണെന്നോ. പിന്നെ അഫ്സൽ ആൾ ഉഷാറാട്ടോ. അഫ്സൽ എന്ന് പറഞ്ഞാൽ ആൾ ചുള്ളനോ ആണ്. ആൾ പിന്നെ പാട്ടുകാരനാണ്, ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഒക്കെ ഇൻഷാല്ലാ നമ്മൾ കാണിക്കും, ഒരിക്കൽ ഉണ്ടാവും. അപ്പോൾ മറ്റവനക്ക് ഇപ്പോഴും അവൻ്റെ നാണം മാറിയിട്ടില്ല. അവൻ തലേൻ്റെ മുന്നിൽ ഇങ്ങനെ മറച്ച് നിൽക്കുകയാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാവനെ ഒരു ദിവസം. അവിടെ ഇരുന്ന് ഫുഡ് അടിക്കാൻ നോക്കുമ്പോ നല്ല തിരക്ക്. എത്ര മിനിറ്റ് ഇരുന്നോ കിട്ടില്ല. ഞാൻ പറയുന്നത് ലീവിനൊന്നും പോണ്ടെന്ന്. ഇവിടെ എന്നാ മതിയായിരുന്നല്ലോ. ഇവനല്ലേ അന്ന ഇന്നലത്തെ എന്നോട് പറഞ്ഞല്ലേ, ഇവിടെ 10 കട എന്നാണ് മറക്കണ കേട്ടോ. ബുക്കാണല്ലോ, അതൊക്കെ ഇടങ്ങറുള്ള പരിപാടിയാണ്. കുറച്ച 5 കേടി എങ്ങനെട്ടാ? സൂപ്പർ ഇതല്ലേ, അടിപൊളിയല്ലേ? മോഹൻലാല് മിന്നോ എനിക്കെന്താ നാണാ എന്റെ പെണ്ണുങ്ങളെ കാണിച്ചിട്ടാ. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിന്റെ കാട്ടിലുണ്ടില്ലേ, കണ്ണുമ്പത്തിങ്ങാണ്ട് ഇങ്കം കിട്ടണമെങ്കിൽ നമ്മള് ഇടങ്ങറാവണം, നല്ലൊരു ഇടങ്ങറ് തന്നെ ആവണം. പിന്നെ എന്നെ പോലത്തെ എന്തെങ്കിലും പറയണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, നാട്ടിലെ വിശേഷങ്ങൾ പറയാ, അപ്പുറത്തെ വിശേഷങ്ങൾ പറയാ. അപ്പൊ എന്താണ് സൽമാന സുലൈമാന ചെറിയ കുട്ടിയല്ലോ അവന്. ഇതാണ് കണ്ടന്റ്. തലയാണ് കൊണ്ട് എന്ത് മുടച്ചു, എന്തിനു മുടച്ചു? ഈ തലേനുള്ളിൽ എന്താ രഹസ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ഈ വ്ളോഗിലൂടെ പറയുന്നത്. അണ്ണ എപ്പടി ഇരിക്കും, നല്ലാ ഇരിക്കാം. ഇതെന്താ
ഇതൊക്കെ വാങ്ങിക്കണം നോക്കട്ടെ. എനക്ക് വേണ്ടി മേടിച്ചാണ് ഗിഫ്റ്റ്. അല്ല നമുക്ക് എന്താ ഉണ്ടാവും ഇത് അനക്ക് നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ആ വെളുക്കാലതാട്ടാ പാറുള്ള ഇതെന്താണ് ഗ്ലോ ആണ് പുതിയ ഗ്ലോ ലെവൽ. അതെന്താ പുതിയ മോഡലാ? അതൊക്കെ ഒന്നിപ്പോ റീല്. ഞാൻ നാട്ടിൽ പോകട്ടാ, ഒന്നും നോക്കിയില്ല. നല്ല ഇതിന്റെ നമ്മളെ ഡോവിന്റെ സോപ്പ് ഉണ്ട്, പിന്നെ ഗ്ലോ ലെവലിന്റെ ഫെയർ ലെവൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ് വിക്സോ ഓലായി. ഇന്ന് വെളുത്തിട്ട് പാറും ഞാന്. എല്ലാ സെറ്റപ്പും ഉണ്ട്, ഒന്നും നോക്കണ്ട. ഓലായിന്റെ മറ്റെന്താണ് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. എന്താ സോപ്പ്? ഇത് ഓപ്പന്റെ സോപ്പാണ്. അത് മുന്തിരി വാങ്ങില്ല. ഉണ്ട് എനിക്കത് മതി. ഇതൊക്കെ ഫുഡ് വേണ്ട. തിരിക്കണേ അപ്പൊ തിരിക്കണോ പറ്റില്ല. നമുക്കെന്ത് മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ വെച്ച് നല്ല വെളുത്ത് സുന്ദരനാവാം. നാട്ടിൽ പോകുമ്പോഴേ അടിച്ച് സെറ്റ് ആട്ടെ. ഞാൻ സ്ഥിരം തേക്കുന്നതാണത്. ആ ചെക്ക അല്ലെങ്കിലേ ആ ചെക്ക അല്ലെങ്കിലേ വെളുത്തുങ്ങണ്ടാണ്. ഇതിപ്പോ ഇനിയിപ്പോ എവിടെ ഫെയർ ലെവലാക്കാനാണ്? നിങ്ങളത് പറഞ്ഞു തരണം കേട്ടാ കാണുന്നവര്. അത്യാവശ്യം കാണാൻ ലുക്ക് ഉണ്ട്. ഇത് പിന്നെ വെളുത്തിട്ട് പാറിയിക്കണേ, നോക്കണ്ട. ഇവൻ്റെ മുഖം എന്താ സ്വർണ്ണക്കട്ടം ഉണ്ടാക്കിയതാ. ഇവനെ കണ്ടില്ല എന്താ മറച്ച് നിൽക്കണ്. നമ്മളെന്തെങ്കിലും കണ്ടാലിപ്പോ സംഭവിക്കുവോ? പൊറോട്ട മസ്കല് വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇനിയിപ്പോ നല്ല എന്തെങ്കിലും കൊണ്ടുപോയി നമുക്ക് തിന്നില്ലെങ്കിൽ പൊറോട്ട മസ്കലൊന്നും വേണ്ട. സാറില്ല നമുക്ക് അടുത്തിലൊക്കെ നല്ല സെറ്റപ്പ് ആക്കാം. അപ്പൊ എനിക്ക് ഇത് എടുക്കണ്ടേ? ജിം എടുക്കണ്ടേ? ഇത് കുടിച്ചോ. എനിക്ക് തടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ നല്ല ടംബിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജിം എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു റൂമിൽ നിന്ന്. നാട്ടിൽ പോവുകയാണ് 2 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് പവർ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാധനം ഇത് എത്ര കിലോനാണ്? ഇത് മതി എനിക്കുള്ളത് അത്യാവശ്യം. ഉണ്ടല്ലോടാ. ഇത് നമ്മളെ അഫ്സലിന് എന്താ ഇനി നാട്ടിൽ അടുത്ത മാസം നാട്ടിൽ പോയില്ല. സെറ്റാവട്ടെ. ഇത് എത്ര കിലോനാണുള്ളത്? എത്ര ഉണ്ടാവും? 5-6 കിലോ. മസിലെ കണ്ട് വേഗം രണ്ട് വീട്. എന്റെ മോനെ മസില വന്നിട്ടാ. അതെന്താ കിടക്ക? കട്ട വന്ന് കാട്ട് പോകുന്നത് ഫുള്ള് കട്ട. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. ഓന് പോയിട്ടൊന്ന് സെറ്റാവട്ടെ എന്ന്. അപ്പോൾ ഓനക്കന്നെ നാണുണ്ട്. എല്ലാവരും കണ്ടും ചെയ്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിനിങ്ങനെ പിടിച്ച് കൊണ്ടുപോകല നിവർത്തില്ലല്ലോ. അപ്പോൾ ഓന് റൂമിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓനക്ക് ക്ഷീണിച്ചിക്കണ്. അപ്പോൾ നോക്കോട്ടെ ഈ പോയിക്കോ ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ വീട്ടിലെത്തിക്കണ്. പിന്നെ അപ്പോൾ അതിനൊക്കെ ട്രിപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടേക്കും പോകുന്നില്ല. അതോടെ എൻ്റെ ട്രിപ്പ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് 2-3 വെള്ളം കുപ്പിയും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.